ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ജീവനക്കാർക്ക് നിർദ്ദേശം. രാജ്ഭവനിലെ 4 ജീവനക്കാർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയത്. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, ബംഗാളിൽ സർക്കാരും ഗവർണറും തമ്മിൽ പുതിയ പോര് വഴിവെച്ചിരിക്കുകയാണ് ഈ കേസ്. അതിലിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിതിൻ അംബുജൻ. റിജിത്ത്, ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. ഇന്നിപ്പോൾ രാജ്ഭവനിലെത്തി ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് 4 ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനകം ചോദ്യം ചെയ്യൽ ഹാജരാകാനാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ രാജ്ഭവനിലെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പുതിയ സർക്കാരും ഗവർണറും തമ്മിൽ പോരിന് വഴിവെക്കുന്ന സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി തന്നെ ബംഗാളിൽ അരങ്ങേറുന്നത്. മാത്രമല്ല, ഈ ഒരു പരാതി അത് തന്നെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത്. അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നാണ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി മമതാ ബാനർജി ശക്തമായ ഭാഷയിലാണ് കടന്നാക്രമിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഗവർണർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അന്വേഷണം വേഗത്തിൽ തന്നെ പൂർത്തീകരിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. 8 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.